സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നാം ഇന്നും അനുഭവിപ്പാനിടയാകട്ടെ. നാം ആയിരിക്കുന്ന ഓരോ നിമിഷവും കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ മറവിൽ, കർത്താവിൻ്റെ വചനത്തിൻ്റെ മറവിൽ നമുക്കായിരിക്കാൻ ഇടയാകട്ടെ. ചില നിമിഷങ്ങൾ നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, ഹൃദയങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ചില നിമിഷങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ കർത്താവേ, അങ്ങനെ നല്ല സാന്നിധ്യത്തിനായി നന്ദി കർത്താവേ, അങ്ങയുടെ കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. എല്ലാ മുട്ടും മടങ്ങുന്ന, എല്ലാ നാവും ഏറ്റുപാടുന്ന കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് പലയിടങ്ങളായിരിക്കുന്നുവെങ്കിലും കർത്താവ് ഒരു മനസ്സോടെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. യേശു കർത്താവേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. കുഞ്ഞാടേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടുമടങ്ങുന്ന, എല്ലാ നാവും ചേർന്ന് പാടുന്ന കർത്താവിനെ നമുക്ക് ചില നിമിഷങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് പാടി കർത്താവിനെ ആരാധിക്കാം. പാട്ടുകാർ ഇപ്രകാരം പറയുന്നു: കർത്താവേ, എൻ്റെ ധനവും എൻ്റെ മാനവും നിന്റെ മഹിമയ്ക്കായി സകലത്തും തീരട്ടെ കർത്താവേ. ഞങ്ങൾ ലോക സ്നേഹം ഇനിയും തേടുകയില്ല, കാരണം ജീവിക്കും ഞങ്ങൾ നിനക്കായി. ആ പാട്ടുകാരോട് കൂടെ ചേർന്ന് നമുക്ക് പാടി കർത്താവിന് ചില നിമിഷങ്ങൾ. ഓ, എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം അങ്ങേയ്ക്കായി മാത്രം, എന്നെ മുറ്റും തരും നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. ഹല്ലേലൂയ. എന്റേതെല്ലാം അങ്ങേയ്ക്കായി മാത്രം, എന്നെ മുറ്റും തരും നീതാ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ഥനാഥ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ഥ. കർത്താവിനോട് ചേർന്ന് പറയും: എൻ്റെ സ്നേഹം, എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം അങ്ങേയ്ക്കായി മാത്രം, എന്നെ മുറ്റും തരും നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം,
അങ്ങേക്കായി മാത്രം എന്നെ മുറ്റും തരും നീതാ. എൻ്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ അങ്ങേക്കായി മാത്രം. എൻ്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരു. ഹല്ലേലൂയ. എന്റേതെല്ലാം അങ്ങേക്കായി മാത്രം, എന്നെ മുറ്റും തരും തീരുമാനത്തോടെ ചില നിമിഷങ്ങൾ. ഹല്ലേലൂയ. എൻ്റെ സ്നേഹം അങ്ങേക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം അങ്ങേക്കായി മാത്രം, എന്നെ മുറ്റും തരും നീതാ. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എൻ്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എൻ്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം അങ്ങേക്കായി മാത്രം, എന്നെ മുറ്റും തരും നീതാ. എൻ്റെ സ്നേഹം അങ്ങേക്കായി മാത്രം, വേറെ ആരും കവരുകില്ല. യേശുവേ, എല്ലാം അങ്ങേക്കായി മാത്രം, എന്നെ മുറ്റും തരും. ഞങ്ങൾ മുറ്റുമായി സമർപ്പിക്കുന്ന കർത്താവേ, എൻ്റെ സ്നേഹം നാം പുനരാവശ്യിക്കാൻ നിനക്കു മാത്രം, വേറെ ആരും യേശു കർത്തനെ കവരുകില്ല. എന്റേതെല്ലാം അങ്ങേക്കായി മാത്രം, നമ്മെ മുറ്റും എന്നെ മുറ്റും തരും നീതാ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ഥനാഥ. പ്രാണപ്രിയ യേശുനാഥ,
ജീവൻ തന്ന സ്നേഹമേ നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ത ചേർന്ന് എൻ്റെ സ്നേഹം നിനക്കുമാ യേശുവപ്പാ വേറെ ആരും കവരുകിൽ ഹല്ലേലൂയ എന്റേതെല്ലാം അങ്ങേയ്ക്കായി മാത്രം എന്നെ മുറ്റും തരും നീരാ എന്റെ ഹല്ലേലൂയ നിനക്കുമാ വേറെ ആരും യേശുവാകണ തന്റെ സാന്നിധ്യത്തിനായി എന്റേതെല്ലാം അങ്ങേക്കു മാത്രം എന്നെ മുറ്റും തരും. താങ്ക് യു ജീസസ്. ഓ എന്റെ ഹല്ലേലൂയ നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല. ഓ ഹല്ലേലൂയ എന്റേതെല്ലാം അങ്ങേയ്ക്കായി മാത്രം എന്നെ മുറ്റും നമ്മെ മുറ്റും തരുന്നിതാ എന്നെ മുറ്റും തരുന്നിതാ. ഓ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം നന്ദിയുള്ള ഹൃദയത്തോടെ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും ഹല്ലേലൂയ യേശു മാത്രം എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം ഹല്ലേലൂയ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. നാം ആരാധിക്കാം മനസ്സോടെന്നും നാം കുമ്പിട്ടാരാധിക്കാം. നാം വിശുദ്ധമാ തിരുസന്നിധിയിൽ പരിശുദ്ധ അലങ്കാരത്തോടെ വാദ്യഘോഷങ്ങളോടെന്നും വൻ കൃപകളെ പാടിടാം. ഇന്നുമെന്നും ഉന്നത നിൻ മഹത്വത്തെ വർണ്ണിച്ചിടാം. നാം ഈ ഗാനം ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. ആ പാട്ടുകാരി പ്രകാരം പറയുന്നു: യഹോവ റാഫ, സൗഖ്യത്തിൻ്റെ ദായകൻ, സൗഖ്യമാക്കും തൻ്റെ കരങ്ങൾ. നാം ഒരുമിച്ചൊന്ന് തൊടുകയാണെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിനോട് വിശ്വസിച്ച് നാം കർത്താവിൻ്റെ തൊങ്ങിൽ നിന്ന് തൊട്ടാൽ നാം സൗഖ്യം പ്രാപിക്കും. അങ്ങനെയെങ്കിൽ നമുക്കായി രക്തം ചിന്തിയ കർത്താവിനെ
ക്രൂശിൽ നമുക്കായി മരിച്ച കർത്താവിനെ നമുക്ക് ചേർന്ന് ചില നിമിഷങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ പാടി കർത്താവിനെ ആരാധിക്കാം. ലിറിക്സ് അറിയാൻ വഴിയാത്തവർക്ക് എനിക്ക് തോന്നുന്നു ചാറ്റിൽ നമുക്ക് ആ സോങ്ങിൻ്റെ ലിറിക്സ് കാണാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ പാട്ടിന്, ഒത്തിരി പഴയ ഗാനമാണ്, ഞാൻ എൻ്റെ കുഞ്ഞിലെ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ച ഗാനമാണിത്. പെട്ടെന്ന് ഈ മീറ്റിങ്ങിൻ്റെ കാര്യം വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ പാട്ട് ഓർമ്മ വന്നു. അങ്ങനെ എന്നാൽ ഇന്നിപ്പോൾ ഈ പാട്ട് പാടി കർത്താവിനെ ആരാധിക്കാമെന്ന് ചിന്തിച്ചു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ഈ ഗാനം പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ ജീസസ്. യഹോവ റാഫ, സൗഖ്യത്തിൻ്റെ ദായകൻ, സൗഖ്യമാക്കും കരങ്ങളാൽ തോടും താനൊരുക്കമോ, തിരുനീണം ഒഴുകിടും കുരിശിൻ്റെ ചുവട്ടിലായി വരുവോർക്ക് അരുളിടും വിടുതൽ. നാം ആരാധിക്കാം മനസ്സോടെന്നും, നാം കുമ്പിട്ടാരാധിക്കാം. നാം വിശുദ്ധമാം തിരുസന്നിധിയിൽ പരിശുദ്ധ അലങ്കാരത്തോടെ വാദ്യഘോഷങ്ങളോടെന്നും വൻ കൃപകളെ പാടിടാം. ഇന്നുമെന്നും ഉന്നത നിൻ മഹത്വത്തെ വർണ്ണിച്ചിടാം. വാദ്യഘോഷങ്ങളോടെന്നും വൻ കൃപകളെ പാടിടാം. ഇന്നുമെന്നും ഉന്നത നിൻ മഹത്വത്തെ വർണ്ണിച്ചിടാം. യേശുവിൻ നാമത്താൽ ഇരുൾ നീങ്ങി ജീവിതം ധന്യമാക്കും നന്മകൾ, നിന്നിലേകും അത്ഭുതം. മുൻപിൽ ചെങ്കടൽ പോലവേ തിന്മകൾ വഴി കാറിടും, പാപം ശാപം നീങ്ങിടും. രക്തത്താ നാം ആരാധിക്കാം മനസ്സോടെന്നും, നാം കുമ്പിട്ടാരാധിക്കാം. നാം വിശുദ്ധമാം തിരുസന്നിധിയിൽ പരിശുദ്ധ അലങ്കാരത്തോടെ വാദ്യഘോഷങ്ങളോടെന്നും വൻ കൃപകളെ പാടിടാം. ഇന്നുമെന്നും ഉന്നത നിൻ മഹത്വത്തെ വർണ്ണിച്ചിടാം. യഹോവ റാഫ, സൗഖ്യത്തിൻ്റെ ദായകൻ, സൗഖ്യമാക്കും കരങ്ങളാൽ തോടും താനൊരുക്കമോ, തിരുനീണം ഒഴുകിടും കുരിശിൻ്റെ ചുവട്ടിലായി വിടുതൽ യേശുവിൽ മാത്രമേ. നാം ആരാധിക്കാം മനസ്സോടെന്നും, നാം കുമ്പിട്ടാരാധിക്കാം. നാം വിശുദ്ധമാം തിരുസന്നിധിയിൽ പരിശുദ്ധ അലങ്കാരത്തോടെ വാദ്യഘോഷങ്ങളോടെന്നും വൻ കൃപകളെ പാടിടാം. ഇന്നുമെന്നും ഉന്നത നിൻ മഹത്വത്തെ വർണ്ണിച്ചിടാം. വസ്ത്രത്തിൻ തൊങ്ങലും വൻശക്തി പകർന്നിടും, വിരലുകളാൽ തൊടുക നീ വിശ്വാസത്തോടിന്ന്. വിതുമ്പും നീ കാണുക, വിജയം നിൻ മുൻപിലായി. വിടുതൽ യേശുവിൽ മാത്രമേ. വസ്ത്രത്തിൽ തൊങ്ങലും വൻശക്തി പകർന്നിടും,
വിരലുകളാൽ തൊടുക നീ വിശ്വാസത്തോടുന്ന് വീണ്ടും നീ കാണുക വിജയം വിജയം നിൻ മുൻപിലായി വിടുതൽ യേശുവിൽ മാത്രമേ നാം ആരാധിക്കാം മനസ്സോടെന്നും നാം കുമ്പിട്ടാരാധിക്കാം നാം വിശുദ്ധമാം തിരുസന്നിധിയിൽ പരിശുദ്ധ അലങ്കാരത്തോടെ വാദ്യഘോഷങ്ങളോടെന്നും വൻ കൃപകളെ പാടിടാം ഇന്നുമെന്നും ഉന്നതനിൻ മഹത്വത്തെ വർണ്ണിച്ചിടാം വൻ കൃപകളെ പാടിടാം ഇന്നുമെന്നും നിൻ മഹത്വത്തെ വർണ്ണിച്ചിടാം മർത്യരാരിലും ഞാൻ സഹായം ഇല്ല തേടുകില്ല നിശ്ചയം മർത്യരാരിലും ഞാൻ സഹായം ഇല്ല തേടുകില്ല നിശ്ചയം ജീവനാഥൻ ആവശ്യങ്ങൾ അറിഞ്ഞു ജീവനാടെല്ലാം നടത്തിയിടുമേ ജീവനാഥൻ ആവശ്യങ്ങൾ അറിഞ്ഞു ജീവനാടെല്ലാം നടത്തി നമ്മെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ ഹല്ലേലൂയ എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ വരുമാപത്തിൽ നൽകുണത്താൻ പേരും താപത്തിൽ നൽകണൽ താൻ വരുമാപത്തിൽ നൽകുണത്താൻ പേരും താപത്തിൽ നൽകണൽ താൻ ഇരുൾ മൂടുമൻ ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും താൻ ഇരുൾ മൂടുമൻ ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും താൻ എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ ഹല്ലേലൂയ എന്നെ കരുതുവാൻ കാക്കുവാൻ ഓ എന്നും മതി എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വെച്ചു ഞാൻ ഇന്നു വിശ്രമിക്കും എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വെച്ചു ഞാൻ ഇന്നു വിശ്രമിക്കും ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടി ആനന്ദിച്ചാശ്വസിക്കും ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടി ആനന്ദിച്ചാശ്വസിക്കും എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതി ഹല്ലേലൂയ എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാൽ ഒരു ദോഷവും എനിക്കു വരാ തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാൽ ഒരു ദോഷവും എനിക്കു വരാ എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതി ഹല്ലേലൂയ എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായ പ്രത്യാശയോടെ വിണ്ണിൽ വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ വിരവിൽ വിണ്ണിൽ വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ വിരവിൽ അന്നു ഞാൻ അവൻ മാറി മറഞ്ഞിടുമേ കണ്ണീർ പൂർണ്ണമായി തോർന്നിടുമേ
അന്നു ഞാൻ അവൻ മാറിൽ മറഞ്ഞിടുമേ, കണ്ണീർ പൂർണ്ണമായി തോർന്നിടുമേ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായി. ഹല്ലേലൂയ. എന്നെ കരുതുവാൻ കാക്കുവാൻ, ഓ എന്നും മതി. എന്നെ കരുതുവാൻ, എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായ. മർത്യരാരിലും ഞാൻ സഹായം ഇല്ല, തേടുകില്ല നിശ്ചയം. മർത്യരാരിലും ഞാൻ സഹായം ഇല്ല, തേടുകില്ല നിശ്ചയം. ജീവനാഥനെന്ന ആവശ്യങ്ങൾ അറിഞ്ഞു, ജീവനാടെല്ലാം നടത്തിയിടുമേ. ജീവനാഥനെന്ന ആവശ്യങ്ങൾ അറിഞ്ഞു, ജീവനാടെല്ലാം. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതി. താങ്ക് യു ജീസസ്. എന്നെ കരുതുവാൻ കാക്കുവാൻ, ഓ എന്നും മതി. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വെച്ചു ഞാൻ ഇന്നു വിശ്രമി. ഹല്ലേലൂയ. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വെച്ചു ഞാൻ ഇന്നു വിശ്രമിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടി ആനന്ദിച്ചാശ്വസിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ. ഹല്ലേലൂയ. ഒരു സൈന്യം എനിക്കെതിരെ, ഒരു സൈന്യം എനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്ക. വിശ്വാസത്തോടെ ഒരു സൈന്യം എനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്ക. തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാൽ ഒരു ദോഷവും എനിക്ക്. തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാൽ ഒരു ദോഷവും എനിക്ക് വരാ. തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാൽ തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാൽ ഒരു ദോഷവും എനിക്ക് വരാ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും. ഹല്ലേലൂയ. എന്നെ കരുതുവാൻ കാക്കുവാൻ. ചില നിമിഷങ്ങൾ അന്യവാശിയോടെ സ്തോത്രത്തോടെ സ്തുതികളോടെ നമ്മെ കരുതിയ കർത്താവിനെ, ഒരു സൈന്യം നമുക്കെതിരെ വന്നാലും കർത്താവെ ഞങ്ങൾക്കായി കർത്താവ് കരുതി ഞങ്ങളുടെ കൃപകൾക്കായി. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. ഹല്ലേലൂയ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. ഹോ എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. തുടർന്ന നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നാം അനുഭവിപ്പാനിടയാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ രുചിച്ചറിയട്ടെ. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷ ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. തുടർന്നുള്ള നാളുകൾ നിങ്ങൾ അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കുക, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അടുത്ത ആഴ്ചകളിൽ ഞാനൊരു മെഡിക്കൽ പ്രൊസീജിയറിനായൊക്കെ കടന്നു പോകുന്നു, ഒരു ചെറിയ സർജറിക്കായി കടന്നു പോകുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞാൻ പ്രത്യേകമായി ചോദിക്കുന്നു. എനിക്കറിയാം ഒത്തിരി പേർ എനിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. എങ്കിലും ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം നമ്മൾ എല്ലാവരെയും സഹായിക്കുമാറാട്ടെ. പ്രത്യാശയോടെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പ്രൈസ് ഗാഡ്. Amen. Thank you, Brother Finney Johnson from Abu Dhabi. ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ ഇന്ന് വർഷിപ്പിൽ ലീഡ് ചെയ്യുവാനായിട്ട് കർത്തദാസനെ ദൈവം എടുത്ത് ഉപയോഗിച്ചുവല്ലോ. മൈനർ പ്രൊസീജിയറിൽ പോകുമ്പോഴും കർത്താവ് കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ ഒരു കുഴപ്പവുമില്ലാതെ കർത്താവ് കാത്തു പരിപാലിക്കും. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്തദാസനോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ 24 hour ബോസ്റ്റൺ പ്രയറിന്റെ പേരിൽ അറിയിക്കുന്നു. നമ്മൾ ഇന്ന് കേട്ടത് എന്നെ കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ, പാലിപ്പാൻ, എന്നെ കരുതുവാൻ, കാക്കുവാൻ, പാലിപ്പാൻ യേശു എന്നെന്നും മതിയായവനാണ്. ഒരു സൈന്യം എന്റെ നേരെ വന്നാലും ഞാൻ ഭ്രമിക്കാതെ തിരിച്ചു അവൻ എന്നെ മറയ്ക്കുമെന്നുള്ള ആ ഒരു ഉറപ്പ് കർത്താവിനോട് പറയുവാൻ നമുക്ക് സാധിച്ചല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യാം. അതുപോലെ അനേകം മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ, പദങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കർത്താവിന് എത്ര സന്തോഷമാണ്, നമ്മളെ പ്രസാദമാണ് നമ്മളത് കർത്താവിനോട് തിരിച്ചു പറയുമ്പോൾ.
കർത്താവിൻ്റെ ആട്രിബ്യൂട്ട്സ്, നമ്മളെ കരുതുന്നവൻ, നമ്മളെ കാക്കുന്നവൻ, നമ്മളെ പാലിക്കുന്നവൻ. നമ്മളെ കർത്താവിനെ ആരാധിക്കുമ്പോൾ മനസ്സോടെ നമ്മൾ ആ കർത്താവിനെ കുമ്പിട്ട് ആരാധിക്കുമ്പോൾ വിശുദ്ധ തിരുസന്നിധിയിൽ പരിശുദ്ധ അലങ്കാരത്തോടെ വാദ്യഘോഷങ്ങളോടെ കർത്താവിന് പാടുമ്പോൾ, കർത്താവിനെ പാടി സ്തുതിക്കുമ്പോൾ കർത്താവിന് എത്ര ആനന്ദമാണ്. സ്വർഗത്തിൽ നമ്മളെ നോക്കിക്കൊണ്ടേയിരിക്കുക, പ്രസാദിച്ചുകൊണ്ടേയിരിക്കുക. ആ പ്രസാദത്തോടെ ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇന്ന് വീണ്ടും വചനം കേൾക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങിയിരിക്കാം. ബഹുമാന്യ കർത്തൃദാസൻ എബി ഐരൂർ ആണ് ഇന്ന് നമ്മുടെ കൂടെ ലൈനിൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാ ഫ്രൈഡേയിലും ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ബൈബിൾ സ്റ്റഡി തരുവാനായിട്ട് കർത്തൃദാസനെ ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 2024 ജൂലൈ മാസം 12 ഫ്രൈഡേ 24 hour ബോസ്റ്റൺ പ്രയർ ലൈനിൽ സൂമിലും ലൈനിലുമൊക്കെ ഓൺലൈനിലുമൊക്കെ അനേകരുണ്ട്. എല്ലാവർക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും വേഗം വരുന്ന യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്ക് ഇന്ന് വചനം കേൾക്കുവാനായിട്ട് ബഹുമാന്യ കർത്തൃദാസൻ എബി ഐരൂർ, ബൈബിൾ ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് കടപ്ര കുമ്പനാട്ടിലെ പാസ്റ്ററാണ്. കർത്തൃദാസനെ നാം എല്ലാവരും ചേർന്ന് ലൈനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമേൻ. കർത്താവിന് സ്തോത്രം. എല്ലാ ബഹുമാന്യരായ ദൈവദാസന്മാർക്കും സഹോദരീ സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ക്രിസ്തീയ ശിഷ്യത്വം എന്ന ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായി കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. അത് ചില ആഴ്ചകൾ എങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാനമാണ്. നമുക്ക് ധൃതി വെക്കാതെ എന്താണ് ക്രിസ്തീയ ശിഷ്യത്വം എന്ന കാര്യം നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിലൂടെ ധ്യാനിക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. ക്രിസ്തീയ ശിഷ്യത്വത്തെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ ക്രിസ്തീയ ശിഷ്യത്വം? ശിഷ്യനാകുക, ശിഷ്യത്വം എന്നൊക്കെയുള്ള പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തിരുവെഴുത്തൻ പ്രകാരം അവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത മഹാനിയോഗത്തിലെ നമുക്ക് വളരെ പരിചയമുള്ള ചില വേദഭാഗങ്ങൾ ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. വാക്യങ്ങൾ ഞാൻ തന്നെ വായിച്ചോളാം. 4 സുവിശേഷങ്ങളിലും മഹാനിയോഗത്തെ പറ്റി ഉണ്ട്. ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തികളിലും നമുക്ക് അത് സംബന്ധിച്ച് വാക്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 28-18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ യേശു അടുത്തിയെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ ഗ്രേറ്റ് കമ്മീഷന്റെ ഭാഗമാണ് ഞാൻ ഈ വായിച്ചത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്കറിയാവുന്ന ഒരു വേദഭാഗം 16-ാം അധ്യായം 15-16 വാക്യങ്ങൾ. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇതും ഗ്രേറ്റ് കമ്മീഷന്റെ ഭാഗമാണ്. പിന്നീട് ഞാൻ
പറയാൻ താല്പര്യപ്പെടുന്നത് എന്തിനാണ് ഈ ഡിഫറൻറ്റ് വാക്യങ്ങൾ വായിച്ചത് എന്നുള്ളത് ഞാൻ പറഞ്ഞുകൊള്ളാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 47-ാം വാക്യവും ഗ്രേറ്റ് കമ്മീഷന്റെ ഭാഗമാണ്. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 20, 21st വേഴ്സ്. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സൂചിപ്പിച്ചല്ലോ, അപ്പോസ്തല പ്രവൃത്തിയിലും ഗ്രേറ്റ് കമ്മീഷന്റെ ഭാഗമുണ്ടെന്ന്. അപ്പോസ്തല പ്രവൃത്തികളും ലൂക്കോസ് എന്ന സുവിശേഷകനാണ് എഴുതിയത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇതിന് തത്തുല്യമായ പ്രയോഗം ലൂക്കോസിന്റെ സുവിശേഷം 24-ന്റെ 49-ാം വാക്യത്തിലുണ്ട്. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ 4 ഗോസ്പെൽസിലേതും ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റലിലും വാക്യങ്ങളാണ് വായിച്ചത്. ഗ്രേറ്റ് കമ്മീഷന്റെ ഭാഗങ്ങളാണിത്. അപ്പൊ എന്തിനാണ് ഈ വ്യത്യസ്തമാകുന്ന വാക്യങ്ങൾ വായിച്ചത്? മർക്കോസിലും ലൂക്കോസിലും ഉള്ള എഴുത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഗ്രേറ്റ് കമ്മീഷന്റെ ഇവാഞ്ചലിസത്തിനാണ് അവിടെ എംഫസിസ് കൊടുക്കുന്നത്. സുവിശേഷീകരണമാണ് അവിടുത്തെ മുഖ്യമായ ഊന്നൽ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിൽ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ചാൽ എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, മാർക്കോസും ലൂക്കോസും കൂടെ ഒന്ന് ചേർത്ത് വെച്ച് പഠിച്ചാൽ ലോകത്തിലെല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കണം. എന്ത് പ്രസംഗിക്കണം? അത് ലൂക്കോസാണ് പറയുന്നത്. മാനസാന്തരവും പാപമോചനവുമാണ് പ്രസംഗിക്കേണ്ടത്. അപ്പൊ ആ പ്രസംഗം കേട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്ന ആളുകളെ മത്തായി പറയുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. അപ്പൊ ഇത് എല്ലാം കൂടെ നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് ഒരു പൂർണ്ണമായ ഒരു പിക്ചർ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് നാണയത്തിന്റെ ഒരു വശമായി ചിന്തിക്കുന്നതിൽ തെറ്റില്ല. മാർക്കും ലൂക്കും എംഫസിസ് കൊടുക്കുന്നത് ഇവാഞ്ചലിസത്തിനാണ്. എല്ലാ ദൈവമക്കളും സുവിശേഷീകരണത്തിൽ ഇൻവോൾവ് ആകണം. സഭയുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് മറ്റുള്ളവരോട് സുവിശേഷം പറയുക. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആത്മരക്ഷയുണ്ട് എന്നുള്ള സന്ദേശം എല്ലാവരെയും അറിയിക്കേണ്ട ചുമതല ദൈവസഭയുടേതാണ്. പ്രാരംഭത്തിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വ്യക്തിപരമായി അങ്ങനെ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഇൻവോൾവ് ആയിരിക്കുന്ന ചർച്ച് അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇന്ന് ഞാന് വളരെ പ്രായം കുറവുള്ള ഒരു മോളോട് സംസാരിച്ചപ്പോൾ, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആളാണ്, ആ മോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നില്ലല്ലോ. അവിടെ ഉള്ളത്തില് ദൈവത്തിന്റെ ആത്മാവിനാൽ അവക്കുണ്ടായ ഒരു ഉണർവിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ അവളെ ഒന്ന് ഗൈഡ് ചെയ്തു, മോക്ക് വേണേൽ ഇങ്ങനെ ചെയ്താൽ യു ക്യാൻ ബി വെരി ഫ്രൂട്ട്ഫുൾ എന്ന് പറയുകയുണ്ടായി. ഞങ്ങളുടെ ചർച്ചിൽ ഉണ്ടായിരുന്ന ഒരു മോളാണ്. അപ്പൊ എൻ്റെ കേൾവിക്കാരായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആത്മരക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചവർക്കേ മറ്റുള്ളവർക്ക് അവരുടെ സ്ഥിതി മനസ്സിലാക്കി ഇത് കൈമാറാനൊക്കത്തുള്ളൂ. ഞാൻ ഇന്നലെ വൈകിട്ട് ഹോസ്പിറ്റലിൽ പോയി. ചിലപ്പോൾ ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ടും ചിലപ്പോൾ പോകും.
ചില ആളുകളൊക്കെ ഒന്ന് സന്ദർശിക്കാൻ. ചിലർ വളരെ സ്ട്രഗിൾ ചെയ്യുകയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ സാവധാനത്തിൽ വെയിറ്റ് ചെയ്ത് വിശ്വാസികളിൽ അല്ലാത്തവരോട് പോലും വളരെ സ്നേഹത്തില്, വളരെ താഴ്മയോടെ I try my best to pass on the gospel. അത് ഞാൻ നിങ്ങൾക്ക് ഒരു എൻകറേജ്മെന്റിന് വേണ്ടി പറഞ്ഞതാണ്. ചിലർക്ക് ഈ സ്റ്റാർട്ടിങ് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. ഞാനത് മനസ്സിലാക്കുന്നത് നിങ്ങളോട് പറയാം. നമ്മൾ അതിനു വേണ്ടി നമ്മുടെ ഉള്ളത്തിൽ ആ ഒരുക്കവും തിടുക്കവും ഉണ്ടെങ്കിലും, see, we will be on different topics, any topic. പക്ഷേ ടോപ്പിക് ഇങ്ങനെ മുന്നോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ God will open a window for us. അതുവഴി pass on this great message that you can be saved through Jesus Christ. സിമ്പിൾ ആണ് സുവിശേഷം. അത് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കി വലിയ പ്രശ്നങ്ങളൊന്നുമുണ്ട്. ഇറ്റ്സ് എ വെരി സിമ്പിൾ മെസ്സേജ്. എന്താണ്? വി ആർ ഓൾ സിന്നേഴ്സ്. അതെങ്ങനെയാണ്? ആദാമ്യ സന്തതി എന്ന നിലയിൽ ആ സിൻഫുൾ നേച്ചർ നമുക്കുണ്ട്. വിശുദ്ധനായ ദൈവം ഒരു കാരണവശാലും നമ്മളെ അംഗീകരിക്കില്ല. ദൈവം നീതിമാനായതുകൊണ്ട് പാപി ശിക്ഷിക്കപ്പെടും, നാണയത്തിന്റെ ഒരു വശം. പക്ഷെ ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് ദൈവം ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ പാപ പരിഹാരത്തിനായി ഈ താണഭൂമിയിലേക്ക് അയച്ചു. നമ്മുടെ പാപം കർത്താവായ യേശുക്രിസ്തുവിന്റെ മേൽ, പാപം അറിയാത്തവന്റെ മേൽ കണക്കിട്ടു. നമുക്ക് കിട്ടേണ്ട ശിക്ഷ അവിടുന്ന് അവിടുത്തെ പുത്രന്റെ മേൽ ചൊരിഞ്ഞു. ഇത് വിശ്വസിക്കുന്ന മാത്രയിൽ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുകയാണ്. അത് മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ നീതി വിശ്വസിക്കുന്ന നമുക്ക് സൗജന്യമായി കണക്കെടുന്നു. സിമ്പിളാണ്. ദൈവസ്നേഹത്തിൽ അത് കൈമാറണം. ഇത് എല്ലാവരെ കുറിച്ചുള്ള ദൈവഹിതമാണ്. ആസ് എ ചർച്ച്, ആസ് എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്, നമ്മൾ അത് ചെയ്യണം. അത് ഒരു കൽപ്പനയാണ്. അപ്പം മാർക്കും ലൂക്കുമാണ് ഈ എംഫസിസ് കൊടുക്കുന്നത്. എന്നാൽ മാത്യു മറ്റൊരു എംഫസിസ് ആണ് കൊടുക്കുന്നത്. മാത്യുവിൽ നമ്മൾ കാണുമ്പോൾ, ഞാൻ ആദ്യം നിങ്ങൾക്ക് വായിച്ചിരുന്നല്ലോ, അതിന്റെ 20-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഇപ്പം സുവിശേഷം അറിയിച്ചു. സുവിശേഷത്താൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരാള് ആ പുതിയ കൺവേർട്ടിനെ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചത് മുഴുവനും അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതിന് പഠിപ്പിക്കണം. പഠിപ്പിച്ച് യേശുവിൻ്റെ ശിഷ്യനാക്കണം, ശിഷ്യയാക്കണം. ഇപ്പൊ മാത്യുവിടെ ചേർക്കുമ്പോൾ നാണയത്തിന്റെ മറുവശം, one side of the coin is it's a commandment for evangelism. The other side of the coin, അങ്ങനെ നമ്മൾ പഠന സൗകര്യത്തിന് വേണ്ടി ഗ്രേറ്റ് കമ്മീഷനെ കാണുകയാണ്. അല്ലാതെ അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാകരുത്. The other side of the coin is പുതിയ കൺവേർട്ടിനെ teach everything that the Lord taught the disciples and make them disciples or followers of Jesus Christ. എന്നിട്ട് ഇത് ചെയ്യേണ്ടത് അപ്പോസ്തലർ പ്രവൃത്തി 1:8 ലൂക്കോസ് 24:49 അടിസ്ഥാനത്തിൽ by the power of the Holy Spirit. ഇപ്പൊ ഗ്രേറ്റ് കമ്മീഷൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കുറെ ആളുകൾ ഇവാഞ്ചലിസം ചെയ്യുന്നുണ്ട്. നേരിട്ട് ഡയറക്റ്റ് അല്ലെങ്കിലും ഇവാഞ്ചലിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്. അപ്പൊ സംഹൗ ഇവാഞ്ചലിസം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആളുകളോട് സുവിശേഷം അറിയിക്കണം, അല്ലെ ഞാൻ ട്രാക്ട് എഴുതി കൊടുക്കണം, അല്ലെ ഞാൻ അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യണം. ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് ഫൈൻ.
എന്നാൽ അവഗണിക്കപ്പെട്ട ഒരു ഭാഗം പുതിയ കൺവേർട്സിനെ ശിഷ്യരാക്കുക എന്ന കാര്യത്തിലാണ്. ഇത് ഞാന് ഒരു സഭയോ രണ്ട് സഭയോ അല്ല, ആഗോള വ്യാപകമായി കിടക്കുന്ന ദൈവസഭകളിൽ ചില പ്രാദേശിക സഭകൾ ഒഴികെ നല്ല ശതമാനം സഭകളിൽ ഈ ശിഷ്യത്വ പരിശീലനം നടക്കുന്നില്ല എന്നതുകൊണ്ട് പുതുതായിട്ട് കടന്നു വരുന്ന കൺവേർട്സിന് ഹൗ ഡു യു ലിവ്? പുതുതായിട്ട് നമ്മൾ കർത്താവിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ഭരണം നമ്മളിൽ വരികയാണ്. ദൈവരാജ്യത്തിന്റെ നിയമങ്ങളും പ്രിൻസിപ്പിൾസും എന്താണ്? അല്ലെങ്കിൽ കർത്താവ് തന്നെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ ആ ഞെരുക്കമുള്ള വഴി ഏതാണ്? ഈ ക്രൂശെടുത്ത് അനുഗമിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിന്റെ പുറകെ പോവുക, ഫോളോയിങ് ക്രൈസ്റ്റ്. അതിന്റെ അർത്ഥം എന്താണ്? ഇതറിയാതെ രക്ഷിക്കപ്പെട്ടിട്ട് വേണ്ട നിർദ്ദേശങ്ങളില്ലെങ്കിൽ ഒരു പ്രോപ്പർ ക്രിസ്ത്യൻ ലിവിങ് ഇല്ലാതെ പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും എന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഈ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ ആളുകളെ ഒബ്സർവ് ചെയ്തിട്ടും ചർച്ചുകളുടെ മിനിസ്ട്രിയെ മനസ്സിലാക്കിയിട്ടും ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് ഇവാഞ്ചലിസം തീർച്ചയായിട്ടും കർത്താവിന്റെ കൽപ്പനയാണ്. അത് നമുക്ക് ആവശ്യമാണ്. അത് നമ്മൾ വളരെ ഉത്സാഹത്തോടെ ചെയ്യേണ്ടതാണ്. അപ്പോൾ തന്നെ ശിഷ്യരാക്കുക എന്നുള്ളതും ഗ്രേറ്റ് കമ്മീഷന്റെ ഭാഗമാണ്. ഒരു സൈഡ് മാത്രമേ ഗ്രേറ്റ് കമ്മീഷൻ നമ്മൾ അനുസരിക്കുന്നുള്ളെങ്കിൽ എന്തൊരു ഇംബാലൻസ് ആണ് പ്രിയമുള്ളവരെ അത്. അതുകൊണ്ട് സുവിശേഷീകരണത്തോടുള്ള ആ കമാൻഡ്മെന്റ് നമ്മൾ റിസീവ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ന്യൂ കൺവേർട്സിനെ ക്രിസ്തുവിന്റെ അനുയായികളാക്കാൻ, ശിഷ്യരാക്കാൻ അവരെ അഭ്യസിപ്പിക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ആ ഭാഗമാണ് നമ്മൾ വാസ്തവത്തിൽ ഈ ക്ലാസ്സുകളിൽ അല്പം എംഫസിസ് കൊടുത്ത് നമ്മൾ ചിന്തിക്കുവാനായി, ധ്യാനിക്കുവാനായി ആഗ്രഹിക്കുന്നു. ഇനി മത്തായിയുടെ സുവിശേഷം 28 നമുക്ക് കടന്നു വരാം. 18 വാക്യം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ അവകാശവാദമാണ് ഇവിടെ. 18, 19, 20 വാക്യം ഞാൻ വേഗത്തിൽ ഒന്ന് പറയാനാണ് താല്പര്യപ്പെടുന്നത്. അതിനകത്ത് നിന്നുകൊണ്ട് അതിൻ്റെ ചില എക്സ്പ്ലനേഷൻസ് കൂടെ പറയാൻ താല്പര്യപ്പെടുകയാണ്. All authority in heaven and on earth has been given to me. അപ്പൊ ഈ ഗ്രേറ്റ് കമ്മീഷൻ കർത്താവ് അവർക്ക് കൊടുക്കുന്നതിന് മുൻപ് വാസ്തവത്തിൽ ലോകത്തിൽ ഒരു മനുഷ്യർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു ഭയങ്കര അവകാശവാദമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. കർത്താവിന് മാത്രമേ അത് പറയാൻ കഴിയൂ. All authority in heaven and on earth has been given to me എന്ന് പറഞ്ഞാൽ സർവാധിപത്യമാണ്. എല്ലാരെയും എല്ലാറ്റിനെയും ഭരിക്കാനുള്ള അവകാശം, എല്ലാ അധികാരവും അവിടുത്തേക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന വാക്ക് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഇതിന്റെ വെളിച്ചത്തിലാണ് നമ്മളോട് പറയുന്നത് പോകുക എന്ന്. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ all authority in heaven and on earth has been given to me എന്ന് പറഞ്ഞാൽ ആ അധികാരം ക്രിസ്തുവിൽ തന്നെ ഉണ്ട്. കർത്താവിന് ഈ അധികാരത്തിന് വേണ്ടി ഒരു സാഹചര്യത്തെയോ ഏതെങ്കിലും മറ്റാളുകളെ ഒന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല. It has been given to him. All authority has been given to him. എവിടുന്ന് കിട്ടി? പിതാവാം ദൈവം പുത്രനായ യേശു കർത്താവിന് ഈ സകല അധികാരവും നൽകിയിരിക്കുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ വെളിച്ചത്തിലാണ്, ആ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ ശിഷ്യന്മാരോട് കൽപ്പിക്കുന്നത് ലോക സുവിശേഷീകരണത്തിന് പുറപ്പെട്ടു പോകുവാൻ. അധികാരമുള്ളവനായി അധികാരത്തിൽ നിന്നുകൊണ്ട്
കൽപ്പിക്കുകയാണ്. ശിഷ്യന്മാരോട് കൽപ്പിക്കാനുള്ള അധികാരം അവിടുത്തേക്കുണ്ട്. ഈ സുവിശേഷം സകല ഇടത്തും പോയി പ്രസംഗിക്കേണ്ടതാണ്. ഇത് കൽപ്പനയാണ്. കൽപ്പന ലംഘനം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് പ്രിയമുള്ളവരെ. നമ്മുടേതായിട്ടുള്ള നിലയിൽ we can pass on the gospel. It is a commandment. അപ്പൊ ശിഷ്യന്മാര് ഇത് അറിഞ്ഞിരിക്കണം. അവിടുത്തേക്ക് കർത്താവിന് സകല അധികാരമുണ്ട് എന്നതുകൊണ്ട് അവരെ അയക്കുന്ന പ്രവർത്തനത്തിൽ സക്സസ് തന്നെയാണ് ഉണ്ടാകുന്നത്. തോറ്റോടേണ്ടി വരത്തില്ല. കാരണം സകല അധികാരവും ഉള്ളവനാണ് പുറപ്പെടുവാനുള്ള ആജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്, കമാൻഡ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ അത് എവിടെയുമാകട്ടെ, US-ലാകട്ടെ, യൂറോപ്പിലാകട്ടെ, ഭാരതത്തിൽ എവിടെയുമാകട്ടെ, തീർച്ചയായിട്ടും പോകുന്ന നമ്മൾക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അധികാരമുള്ളവൻ നമ്മളെ അയക്കുന്നത് കൊണ്ട് ഇതിനെയെല്ലാം അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. കർത്താവിന്റെ കൃപ നമ്മളോട് കൂടെ ഉണ്ട്. മാത്രമല്ല, ഈ പ്രവർത്തനത്തിൽ നമ്മെ ബലപ്പെടുത്തി ശക്തി പകരുവാൻ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയക്കാനുള്ള അധികാരം അവിടുത്തേക്കുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും എൻ്റെ ഹൃദയത്തോട് വളരെ ശക്തമായിട്ട് കർത്താവ് ഇടപെട്ട ഒരു കാര്യമാണ്. വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ് there is no missions. മിഷൻസ് സക്സസ്ഫുൾ ആകണമെങ്കിൽ ആത്മനിറവ്, അഭിഷേകം നമുക്ക് ആവശ്യമാണ്. ആത്മാവിനെ കൂടാതെ എവിടെങ്കിലും പോയി എന്ന് വരാം, പക്ഷെ ഇഫക്റ്റീവ് ആകത്തില്ല എന്നതാണ് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ നമുക്കാവശ്യമുള്ള ദൈവകൃപയും ശക്തിയും പകരുവാൻ അധികാരമുള്ള കർത്താവിന് സാധിക്കും. അധികാരമുള്ള കർത്താവിന് ഈ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പോകുന്ന നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാനുള്ള അധികാരം അവിടത്തേക്കുണ്ട്. എനിക്ക് എത്ര വലിയ കാര്യമായ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ അവിടുത്തേക്ക് അധികാരമുണ്ട്. മാത്രമല്ല, ചിലപ്പോൾ ചിലയിടങ്ങളിൽ സൗളിനെ പോലെയുള്ള ചില എതിരാളികളെ പോലും തിരിച്ച് ദൈവസഭയുടെ നടുത്തൂണാക്കുവാൻ തക്കവണ്ണം അധികാരമുള്ള കർത്താവിന് കഴിയും. പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി എതിരാളികളെ പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ യേശു കർത്താവിന് കഴിയും. കാരണം അവിടുത്തേക്ക് അധികാരമുണ്ട്. അവിടുത്തേക്ക് അധികാരമുള്ളത് കൊണ്ട് പോയി പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന ഇടങ്ങളിൽ ഹൃദയങ്ങളെ തുറന്ന് സുവിശേഷം അംഗീകരിക്കത്തക്കവണ്ണം സാഹചര്യങ്ങൾ ഒരുക്കുവാൻ അധികാരമുള്ള കർത്താവിന് കഴിയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, കർത്തൃദാസന്മാരോട് ഞാൻ പറയാം, if there is someone willing to preach or teach the gospel, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, ആളുകൾ രക്ഷിക്കപ്പെടും. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ആദിവിധം പറയുകയോ എന്റർടൈൻമെന്റോ ഒന്നുമല്ല. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷയെ ആത്മാവിന്റെ നിറവിൽ നിയോഗത്തിൽ പറഞ്ഞ് ഒരു ഓൾട്ടർ കോൾ നടത്തിയാൽ there will be people who will raise their hand to accept Jesus as their Lord. അതെന്റെ ജീവിത അനുഭവമാണ്. ഞാൻ ഈവൻ പെന്തക്കോസ്റ്റൽ വേദികളിൽ, മാസയോഗങ്ങളിൽ I have preached the gospel. ഞാൻ ഓൾട്ടർ കോൾ കൊടുക്കുമ്പോൾ ആളുകൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. കാരണം പലരും ഇത് കേട്ടിട്ടില്ല, പലരും ഇത് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വിശ്വാസത്തിൽ ഉള്ള ചിലരോട് ഞാൻ ചോദിച്ചു, ഹാവ് യു ഹേർഡ് ദ ഗോസ്പൽ? അവർക്ക് അതിന്റെ ക്ലാരിറ്റി ഇല്ല. പിന്നെ എന്തുവാണ് നമ്മൾ ഈ കൊട്ടിയും പാടിയും പോകുന്നത്?
അധികാരമുള്ള കർത്താവ് നമ്മളെ അയക്കുന്നതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുവിശേഷത്തെ നാം പറയാൻ തയ്യാറായാൽ ആത്മാവ് വചനത്തെ എടുത്ത് കൺവിക്ഷൻ ഇട്ട് ആളുകളെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരും. അതിനൊരു സംശയമില്ല. അത് തടസ്സമായി നിൽക്കുന്ന സകലവിധ ഓബ്സ്റ്റക്കിൾസിനെ മാറ്റിക്കൊണ്ട് ആളുകൾ വീണ്ടും ജനന അനുഭവത്തിലേക്ക് വരുവാൻ ഇടയായിത്തീരും. അധികാരമുള്ളവനാണ് നമ്മളെ അയക്കുന്നത്. ഒന്ന് ഏറ്റെടുക്കാൻ കഴിയുമോ? പിശാചിന്റെ സകല പ്രവർത്തികളെയും ഡിസ്ട്രോയ് ചെയ്യുവാൻ തക്കവണ്ണം അധികാരമുള്ള കർത്താവ് നമ്മളെ ഈ വേലയ്ക്ക് നിയോഗിച്ച് അയക്കുകയാണ്. 19-20 വാക്യം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പന അവിടെ കാണാം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. അതിന്റെ ഓരോ വാക്ക് നിങ്ങൾ നോക്കി. 19-ാം വാക്യത്തിന്റെ ആദ്യത്തെ വാക്ക് ആകയാൽ, therefore, അത് 18-ാം വാക്യവുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണല്ലോ ആകയാൽ. സകല അധികാരവും കർത്താവിന് നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആകയാൽ നിങ്ങൾ പുറപ്പെടുക എന്ന വാക്കാണ്. ആ വാക്കാണ് കണക്ട്. ആകയാൽ എന്ന വാക്കാണ് ഈ രണ്ട് കാര്യത്തെയും കൂടെ കണക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾ പുറപ്പെടണം. ഭയങ്കര പാടാ. പ്രത്യേകിച്ച് കൊറോണ വന്നു കഴിഞ്ഞ് വീട്ടിനകത്തിരുന്നുള്ള പരിപാടികളായി ഇപ്പം. നമ്മൾ പൊതുവെ ആളുകളെല്ലാം ഇങ്ങോട്ടല്ലേ വിളിക്കുന്നത്. വരുവീൻ വരുവീൻ, എല്ലാവരും ഇങ്ങോട്ട് വരുവീൻ, കേൾക്കുവീൻ. എന്താ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ പുറപ്പെട്ട് ശരിക്കും ലാഘവത്തോടെ ഇരിക്കാതെ ലോകത്തിൽ ദൈവം നമ്മളെ അയക്കുന്നിടത്തേക്ക് പോകുവാൻ വ്യക്തിപരമായി, ഈവൻ 1-to-1 പേഴ്സണലായി ഈ സുവിശേഷം കൈമാറുവാൻ പബ്ലിക് വേദികളിലുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ഒരു പബ്ലിക് വേദി ഉണ്ടാകണമെന്നില്ല, പക്ഷെ വ്യക്തിപരമായി നമുക്ക് പറയാൻ കഴിയും, അല്ലേ? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അപ്പൊ ഇത് നമ്മൾ കണക്ട് ചെയ്ത് മനസ്സിലാക്കണം. മാർക്കും ലൂക്കും എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ പ്രസംഗം കേട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരെയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കേണ്ടത്. ത്രിയേക ദൈവത്തിന്റെ നാമം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. The Father, the Son and the Holy Spirit are involved in salvation. ചില ആളുകൾ ചിന്തിക്കും സ്നാനം ആവശ്യമാണോ? പ്രിയപ്പെട്ടവരെ, സ്നാനം രക്ഷയ്ക്കല്ല ആവശ്യം. വിശ്വാസത്താലാണ് നീതീകരണം. പക്ഷേ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക് സ്നാനം ആവശ്യമാണ്. ഇറ്റ്സ് എ കമാൻഡ്മെന്റ്. യേശുവിനെ കർത്താവായി ഞാൻ സ്വീകരിച്ചു എന്നുള്ളതിന്റെ പരസ്യ സാക്ഷീകരണമാണ് വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി സ്നാനപ്പെടുക. അത് അവിടെ അധികം നിൽക്കാതെ മുന്നോട്ട് പോകട്ടെ. എന്നിട്ട് 20-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. പൊതുവെ ആളുകൾ ധരിക്കുന്നത് യെസ്, പ്രസംഗിക്കണം, സുവിശേഷം പ്രസംഗിക്കണം. ശരിയാണ്, നിയോഗത്തിൽ പ്രസംഗിച്ചാൽ കർത്താവ് തുണ നിൽക്കും, ആളുകൾ രക്ഷിക്കപ്പെടും. ഇനി എന്നാ? ഇനി സ്നാനപ്പെടണം, അതും പറഞ്ഞു കഴിഞ്ഞല്ലോ. അല്ല പിന്നെന്നാ? ചർച്ചയിൽ കൊണ്ടുവരണം, സ്തോത്ര കാഴ്ച ഇടാൻ പഠിപ്പിക്കണം, പിന്നെന്താ? ദശാംശം കൃത്യമായിട്ട് കൊടുക്കണം, മെമ്പർഷിപ്പ് ഫോം എല്ലാം സൈൻ ചെയ്യണം. പിന്നെ സന്തോഷമായിട്ട് കൈയൊക്കെ അടിക്കാൻ അറിയത്തില്ലേ, കൈയൊക്കെ അടിച്ച് പാട്ടുമൊക്കെ പാടി മുന്നോട്ട് പോകണം. അല്ല തന്നെ അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ നാളുകളിലെല്ലാം ഈ ഒരു കാര്യത്തിന്, നാണയത്തിന്റെ ഒരു വശം എന്ന് ഞാൻ പിന്നെ അങ്ങ് പറയുന്നത് പഠന സൗകര്യത്തിന് വേണ്ടിയാ.
വി ഹാവ് ഗിവൺ ഇമ്പോർട്ടൻസ് ടു ഇവാഞ്ചലിസം എന്നുള്ളതിൽ തർക്കമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സുവിശേഷീകരണത്തിന് താല്പര്യമുണ്ട്. ഒരുപക്ഷെങ്കിൽ നിങ്ങളൊരു നേഴ്സായിരിക്കാം, ടീച്ചറായിരിക്കാം, വാട്ടെവർ. നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ നിങ്ങൾ സുവിശേഷം നിങ്ങളാൽ ആവോളം ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. കുറഞ്ഞ പക്ഷം നിങ്ങൾ ഏതെങ്കിലും ഒക്കെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒരു അംഗത്വം വാട്സപ്പിൽ ഉണ്ടെങ്കിൽ, ആരുടെയും സുവിശേഷ പ്രസംഗമാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടൊന്ന് ഇട്ടെന്ന് വരാം. സംതിങ് യു ആർ ഡൂയിങ്. കാരണം എല്ലാവരും ഈ സത്യം അറിയണം. ഓക്കെ, അപ്രീഷിയേറ്റ് ദാറ്റ്. നിങ്ങളത് ചെയ്യണം, തുടർന്നും ചെയ്യണം. പക്ഷെ ഈ ഒരാൾ രക്ഷിക്കപ്പെട്ടു, നിങ്ങളുടെ ശുശ്രൂഷയിൽ ഒരാൾ രക്ഷിക്കപ്പെട്ടു. ഇനി ആളിനെ എന്ത് ചെയ്യണം? ഞങ്ങളുടെ ചർച്ചിൽ കൊണ്ടുവരണം. ഓക്കെ, നിങ്ങൾ ചർച്ചിൽ കൊണ്ടുവരിക. തുടർന്ന് എന്താണ്? അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി പലപ്പോഴും ഉണ്ടാകുന്നില്ല. അപ്പൊ ഞാനിതിന്റെ ആ സെക്വൻസ് അനുസരിച്ച് ഓരോ വാക്കുമാണ് പറയുന്നത്. 20-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് ശിഷ്യരാക്കണം. അപ്പൊ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കണേ. എന്നെ പലപ്പോഴും ഞാൻ ചില ഇടങ്ങളിലൊക്കെ പോയി ഇത് പറയാറുള്ളപ്പോഴേ ഞാൻ ആ വാക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കും. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. നമ്മൾ എടുത്തിരിക്കുന്നത് സ്നാനം കഴിക്കുക, തീർന്നു, ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ് അല്ല, കഴിപ്പിച്ചും. സംതിങ് എൽസ് ഇസ് ദേർ, സംതിങ് മോർ ഇസ് ദേർ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പൊ ശിഷ്യത്വ പരിശീലനം ഈ പുതിയ കൺവേർട്ടിന് ആവശ്യമാണ്. യു ഹാവ് ടു മേക്ക് ഡിസൈപ്പിൾസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആളിന് ഹി ഹാസ് entered through the narrow door. സമ്മതിച്ചു, ആ ഇടുക്ക് വാതിലിലൂടെ പ്രവേശിച്ചു, യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വന്നു, ആ ക്രിസ്ത്യൻ ലൈഫിന്റെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് വന്നു. ബട്ട് വാട്ട് അബൌട്ട് ദി റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്? ഇടുക്കുവാതിലൂടെ കയറിക്കഴിഞ്ഞ ഒരു ഞെരുക്കമുള്ള വഴിയില്ലേ? ഇതാര് പറഞ്ഞു കൊടുക്കും? രക്ഷയിലേക്ക് നടത്തിയ ആ വ്യക്തി ഈ പുതിയ കൺവേർട്ടിനെ യേശു പഠിപ്പിച്ചത് മുഴുവൻ പഠിപ്പിക്കണമെന്ന്. അങ്ങനെയാണ് യേശുവിന്റെ ശിഷ്യനാക്കണം. ആ പഠിപ്പിച്ചത് പ്രായോഗികമാക്കുന്നതാണ് ട്രൂ ഡിസൈപ്പിൾ, വിച്ച് ക്യാൻ ഓൺലി ബി ഡൺ ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ നിങ്ങൾ നോക്കിയ വാക്ക് എന്തോ വാക്കാണ്. ഞാൻ നിങ്ങളോട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ ശിഷ്യന്മാരോട് പറയാ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ. എന്ന് പറഞ്ഞാൽ മുഴുവനും പഠിപ്പിക്കാൻ. ഞാൻ ദൈവസ്നേഹത്തിൽ താഴ്മയോടെ ചോദിക്കുക, which church is doing that? Thank God for the remnant. ചില സഭകളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ബഹുഭൂരിപക്ഷം ആളുകള് we will make converts എന്നായി. യേശുവിന് കൺവേർട്സ് അല്ല വേണ്ടത്, ഡിസൈപ്പിൾസ് ആണ് വേണ്ടത്. സുവിശേഷീകരണം പോലും ചെയ്യുന്നത് ആളുകളെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള ലക്ഷ്യത്തോടെയാണ്. ഒരു വലിയ വാക്കാട്ടോ എനിക്ക് തോന്നുന്നു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും നോട്ടെഴുതിയെടുക്കാനല്ല, പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. മർക്കോസിൽ പ്രീച്ചിങ് എന്ന വാക്ക, ലൂക്കോസിൽ പ്രീച്ച്, റിപ്പൻറ്റൻസ് ആൻഡ് forgiveness of sins. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടീച്ച് ചെയ്യുക എന്നുള്ള വാക്കാണ്. ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ആ വാക്ക് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. അത്രയും നമ്മളൊന്ന് ശ്രദ്ധിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. ഇവിടെ അല്പസമയം നമ്മൾ നിൽക്കണം. ടീച്ചിങ് ദ വേർഡ്. യേശു പഠിപ്പിച്ചത് മുഴുവൻ. യേശുവിന്റെ ശിഷ്യൻ അല്ലെങ്കിൽ ആകാനൊക്കത്തില്ല. ശിഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം യേശുവിന്റെ അനുയായി, എ ഫോളോവർ. മഥിറ്റേസ് എന്ന ആ പ്രയോഗത്തിന്റെ അർത്ഥം എ ലേണർ, എ സ്റ്റുഡന്റ്. അപ്പൊ ഈ പുതിയ വിശ്വാസി ജോർജ് കുട്ടിച്ചാനെ ഒന്നും പഠിപ്പിക്കുകയില്ല.
നമ്മൾ വന്നു പാട്ട് പാടാൻ പഠിപ്പിച്ചു. പിന്നെ ജോർജ് കുട്ടിച്ചാനെ ക്വയറിൽ കയറ്റി. പിന്നെ പുള്ളി സെക്രട്ടറി ആയി. പിന്നെ പുള്ളിയെ പഠിപ്പിക്കാൻ ഒക്കാത്ത മണ്ഡലത്തിൽ നമ്മൾ ഉണ്ടാക്കി. എന്ത് ചെയ്യും? പിന്നെ നല്ല ഒരു രാഷ്ട്രീയക്കാരനാക്കി നമ്മൾ എന്താ പറയുന്നത്, വാർത്തെടുത്തു. അല്ലേ? ആ വാക്കില്ലയോ? വാർത്തെടുത്തു. പിന്നെ എല്ലാ സഭാ രാഷ്ട്രീയത്തിനും എവിടെ ഉണ്ട്? മുന്നിലുണ്ട്. നോ, ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് വി ചേഞ്ച്ഡ്. നമ്മൾ മാറണം സഹോദരി സഹോദരന്മാരെ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ അവിടെ ഡോളർ കോയിൻ ഒരു സൈഡിലെ പ്രിന്റഡ് ഉള്ളൂ. അത് കോയിൻ ആകട്ടെ അല്ലെങ്കിൽ ഡോളറിന്റെ കറൻസി ആകട്ടെ, ഒരു സൈഡ് പ്രിന്റഡ് ഉള്ളെങ്കിൽ അത് വാലിഡ് ആണോ? അല്ല. രണ്ട് സൈഡിലും പ്രിന്റഡ് ആയിട്ടുള്ളതാണ് ജെനുവിൻ നോട്ട്. എന്നതുപോലെ ഞാൻ സുവിശേഷീകരണമൊക്കെ നടത്തുന്നുണ്ട്. ഇനി നിങ്ങളുടെ രക്തം സംബന്ധിച്ച് ഞാൻ കുറ്റക്കാരനല്ല. എന്ത് വാചാരമാകുന്നല്ലേ. പക്ഷെ രക്ഷിക്കപ്പെട്ട ഈ ആളിനെ യേശുവിന്റെ ശിഷ്യനാക്കാൻ, മേക്ക് ഡിസൈപ്പിൾ, വചനം പഠിപ്പിച്ചെടുക്കുന്നത് അതൂടെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നോട്ടിന്റെ ഒരു വശം മാത്രം പ്രിന്റഡ് ആയ കറൻസി പോലെ ഉള്ളൂ. The Great Commission involves evangelism and discipleship training. ഇത് രണ്ടും നമ്മുടെ പ്രാദേശിക സഭയിൽ ആവശ്യമാണ്. രണ്ടും ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ആളുകളെ മിസ്ഗൈഡ് ചെയ്യാണ്. ഞാൻ വളരെ ദുഃഖത്തോടെയാണ് ഇനി പറയുന്ന സ്റ്റേറ്റ്മെന്റ്, വളരെ ദുഃഖത്തോടെ ഞാൻ പറയാം. ഇപ്പൊ വടക്കേ ഇന്ത്യയെന്നോ തെക്കേ ഇന്ത്യയെന്നോ പറയാനൊക്കത്തില്ല. ഇപ്പൊ എല്ലാ ഇടത്തും ഇതൊക്കെയാ കണ്ടീഷൻ. എന്നാൽ പ്രധാനമായിട്ട് അക്രൈസ്തവ ഏരിയകൾ നമ്മൾ പോകുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്, രോഗസൗഖ്യം ഉണ്ടാകും. അപ്പൊ അതിന് ഒരു കുറ്റവുമില്ല. യേശു ഇന്നും സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് പ്രിയരെ. ബിക്കോസ് ജീസസ് ഈസ് അലൈവ്, ഹി സ്റ്റിൽ ഹീൽസ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. പക്ഷെ സൗഖ്യമായി ഇയാള് പറയാണ് എനിക്ക് യേശുവിനെ വേണം. അപ്പൊ നമ്മള് എന്താ, ഞാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ നീ പറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം, ഇന്ന് മുതൽ യേശുവിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, സ്തോത്രം. അടുത്ത ഞായറാഴ്ച സ്നാനമുണ്ട്, നമ്മൾ ഇയാളിനെ സ്നാനപ്പെടുത്തി, നമ്മൾ അംഗമാക്കി. അത് കഴിഞ്ഞിട്ടെന്താ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ആരാധന പഠിപ്പിക്കുക. കയ്യടിക്ക്, കയ്യടിക്ക്, അഭിഷേകം പ്രാപിക്ക്. ഇതൊന്നും തെറ്റല്ല, ഇതൊക്കെ വേണ്ടതാ. പക്ഷെ ഈ ആളിന്റെ ലൈഫ് എങ്ങനെയാ? ഈ വീണ്ടും ജനിച്ചയാള് ഹൗ ഈസ് ഹി ഗോയിങ് ടു ഗ്രോ? ഇത് നാം ശ്രദ്ധിക്കാത്തത് നിമിത്തം പലയിടങ്ങളിൽ ആദ്യത്തെ കാര്യം നടക്കുന്നുണ്ട്, അവർക്ക് രോഗസൗഖ്യത്തിന്റെ അനുഭവമായിരിക്കും, ഒരു വിടുതലിന്റെ അനുഭവം കിട്ടി, അവർ വിശ്വാസത്തിലേക്ക് വന്നു. പക്ഷേ പിന്നീട് സെക്കൻഡ് കാര്യം, പുതിയ കൺവേർട്സിനെ ട്രെയിൻ ചെയ്യേണ്ട കാര്യം ചെയ്യാത്തത് കൊണ്ട്, ബൈ ദ വേ ലെറ്റ് മീ ടെൽ യു ലൈക്ക് ദിസ്, അതാ കട്ടിപ്പണി, അതാ ശരിക്കും പണി. ആ കട്ടിപ്പണി ചെയ്യാത്തത് നിമിത്തം ഈ ദൈവരാജ്യത്തിലേക്ക് വന്നവര് പലരും നിലനിൽക്കാത്ത അനുഭവങ്ങളാണ് പലയിടത്തും കാണുന്നത്. കുറെ നാള് കഴിയുമ്പോൾ അവരെ പിന്നെ പഠിപ്പിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് അവർ കടന്നു വരും. നമുക്ക് ആർക്കും അങ്ങനെ ഉണ്ടാകരുത്. നമ്മൾ ഇൻവോൾവ് ആയിരിക്കുന്ന മിഷൻ ഫീൽഡിൽ ഇത് രണ്ടും ഉണ്ടാകട്ടെ. സുവിശേഷം ദ്രുതഗതിയിൽ തീവ്രമായി നടക്കട്ടെ. അതോടൊപ്പം തന്നെ രക്ഷിക്കപ്പെട്ടവരെ ക്രിസ്തുവിന്റെ അനുയായികളാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ ജീവിക്കുവാൻ, യേശു ജീവിച്ചതുപോലെ, യേശു പഠിപ്പിച്ചതും യേശുവിന്റെ ജീവിത ശൈലിയും തിരുവെഴുത്തിലൂടെ അവരെ പഠിപ്പിച്ച് അത് മനസ്സിലാക്കി ആത്മാവിന്റെ ശക്തിയോടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാൻ അവരെ പഠിപ്പിക്കുക. സ്തോത്രം. അത് നമ്മള് ഇത് രണ്ടും ചെയ്യുന്നില്ലെങ്കിൽ, ഇവാഞ്ചലിസം ആൻഡ് ഡിസൈപ്പിൾഷിപ്പ് ചെയ്യുന്നില്ലെങ്കിൽ, ഞാൻ മുമ്പേ ഒരു ഉദാഹരണം പറഞ്ഞതുപോലെ നോട്ടിന്റെ
ഒരു വശം മാത്രം പ്രിന്റഡ് ആയിരിക്കുന്ന ഒരു നിലയാണ്. നോട്ടിന് വാലിഡിറ്റി വരണമെങ്കിൽ രണ്ട് സൈഡും നിയമപ്രകാരം പ്രിന്റഡ് ആയിരിക്കണം. പഠിപ്പിക്കുക, ടീച്ചിങ് എന്ന കാര്യം ഇവിടെ ശ്രദ്ധേയമായ ഒരു വാക്കാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ നിങ്ങൾ നോക്കിയാൽ മത്തായി 5, 6, 7 നിങ്ങൾക്കറിയാം. ഇൻഫാക്ട് മാത്യുവിന്റെ ഗോസ്പലിൽ 60% ടീച്ചിങ് ആണ് കർത്താവിന്റെ. ഈ എന്തൊക്കെയോ ഈ നമ്മുടെ ആളുകളൊക്കെ അങ്ങ് ഈ ഉണർവായി ഒടുവില് വചനമല്ല ബ്രദറെ നമുക്ക് ആവശ്യമെന്നൊക്കെ പറഞ്ഞ് അങ്ങ് വയലന്റ് ആകുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല വേദപുസ്തകം പറയുന്നത്. ജീസസ് വാസ് എ പ്രീച്ചർ ആൻഡ് ടീച്ചർ. Matthew 5, 6, 7 ഗിരിപ്രഭാഷണം, Matthew 10, Matthew 13 പാരബിൾസ്, Matthew 18, Matthew 24, 25 അന്ത്യകാല സംഭവങ്ങൾ, ഇതെല്ലാം യേശുവിന്റെ ടീച്ചിങ് അല്ലേ? നിങ്ങൾക്ക് റെഡ് ലെറ്റർ ബൈബിൾ ആണെങ്കിൽ മുഴുവൻ റെഡിലാണ്. ഇതുപോലെ ജോൺസ് ഗോസ്പൽ 13, 14, 15, 16, 17 ഓഫ് കോഴ്സ് മഹാപുരോഹിത പ്രാർത്ഥനയാണ്. അതുവരെ മുഴുവൻ പഠിപ്പിക്കലുകളാണ്. ജീസസ് വാസ് എ ടീച്ചർ. ദൈവസഭയിൽ പഠിപ്പിക്കണം. ജീസസ് കോൺസ്റ്റന്റ്ലി ഹി ടോട്ട് ദ വേർഡ് ഓഫ് ഗോഡ്, ഹി പ്രീച്ച്ഡ് ദ വേർഡ് ഓഫ് ഗോഡ്. അതുപോലെ ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭയെ നിങ്ങൾ ചിന്തിക്കണം. കർത്താവായ യേശുക്രിസ്തു ആകട്ടെ, ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭയാകട്ടെ എന്റർടൈനിങ് അല്ലായിരുന്നു. ദൈവവചനത്തിലെ ഏതേലും വേദഭാഗങ്ങൾ എടുത്ത് മനുഷ്യനെ ചിരിപ്പിക്കുകയല്ലായിരുന്നു. കൃത്യമായിട്ടും ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥകൾ കൈമാറുകയായിരുന്നു. ഞാന് ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ചില റെഫറൻസുകൾ പറയുമ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ഞാൻ ഇതുവരെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവാഞ്ചലിസവും ഉണ്ട്, ഡിസൈപ്പിൾഷിപ്പ് ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ഫോർ എക്സാമ്പിൾ, ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 42 നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വേദഭാഗമാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം ഞാൻ വായിക്കാം. അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അവർ ഒന്നും പറഞ്ഞാ തുടങ്ങുന്ന ആര്? 41-ാം വാക്യം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവന്റെ വാക്ക് കേട്ടവർ അതാരാ? പീറ്റർ. പെന്തക്കോസ്ത് ദിവസം 14-ാം വാക്യം മുതൽ 36-ാം വാക്യം വരെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ പാപബോധം വന്ന് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റ ആളുകൾ, നാണയത്തിന്റെ ഒരു വശമാണ് ഞാൻ പറഞ്ഞത്, ഇവാഞ്ചലിസം നടന്നു. ഇവാഞ്ചലിസത്തിലൂടെ പുതിയ കൺവേർട്സ് ആയി. ആ പുതിയ കൺവേർട്സിനെ എന്ത് ചെയ്തു? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ they were devoted to the apostolic teaching. എടാ, ഓൾറെഡി കൺവേർട്ടായി, ഇനിയിപ്പോ എന്താ? അങ്ങനത്തെ ഫോം കൊടുത്ത് ഫില്ലപ്പ് ചെയ്ത് അച്ചായന്റെ ഒപ്പ് മേടിച്ചാ പോരെ? അങ്ങനല്ല അവർ ചെയ്തത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞ മാതൃകയാണ് അവർ പിൻപറ്റുന്നത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിക്കുക. അങ്ങനെയാണ് ശിഷ്യരാക്കുന്നത്. യെരുശലേം സഭയത് ചെയ്തു. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ധരിക്കട്ടെ. പീറ്റർ പ്രസംഗിച്ചു, ഇവാഞ്ചലിസം നടക്കുക. നിങ്ങൾക്കറിയാമല്ലോ, 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അങ്ങനെ ശബ്ദം കേട്ട് ആളുകളെല്ലാം കൂടെ വന്നപ്പോൾ പീറ്റർ ബാക്കി 11 പേരോട് എഴുന്നേറ്റ് നിന്നു. ദൈവവചനം പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളാണ് ക്രൂശിച്ചത്. പാപബോധമുണ്ടായി. അവർ ചോദിക്കുക, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് കിട്ടും.
അവന്റെ വാക്ക് കൈക്കൊണ്ടവർ. They heard the word, they believed in Christ, they accepted the gospel, they took water baptism. അങ്ങനെയുള്ളവരെ 10,000 പേരൊക്കെ ഒറ്റയടിക്ക് വന്നപ്പോ 3,120. ബ്രദറെ, ഒട്ടും സമയം നമുക്കില്ല. നോ, ഡെയിലി ടീച്ചിങ് ദ വേർഡ്. അതാണ് അപ്പോസ്തലന്മാർ ചെയ്തത്. അപ്പോസ്തോലിക നേതൃത്വം ദൈവവചനം അവരെ പഠിപ്പിച്ചു.